ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. കൊച്ചി ദുബായ് സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ടിക്കറ്റ് എടുത്തവരാണ് പ്രതിഷേധിക്കുന്നത്. യന്ത്രത്തകരാർ കാരണം വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. യാത്രക്കാർ ബോർഡിംഗ് പാസ് എടുത്ത് അകത്ത് കയറിയിട്ട് 24 മണിക്കൂർ പിന്നിട്ടു. വിഷ്ണു സുരേഷുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇപ്പോഴും ഇവർ വിമാനത്താവളത്തിൽ തുടരുകയാണോ? എന്താണ് ഈ വിമാനത്താവള കമ്പനി അധികൃതർ വിശദീകരിക്കുന്നത് വിഷ്ണു? ഉന്മേഷ്, ഇപ്പോഴും യാത്രക്കാർ വിമാനത്താവളത്തിനകത്ത് തുടരുകയാണ്. ഇന്നലെ രാത്രി 10:30 പുറപ്പെടേണ്ട കൊച്ചി ദുബായ് ഫ്ലൈറ്റ് ആണ് ഇത്രയും നേരമായിട്ട് പുറപ്പെടാതെ ഇവിടെ കിടക്കുന്നത്. ഏകദേശം 24 മണിക്കൂർ പിന്നിടുന്നു. പക്ഷേ എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കമ്പനി അധികൃതർക്കാകുന്നില്ല എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ബോർഡിംഗ് പാസ് എടുത്ത് അകത്ത് കയറിയ ആളുകളാണ്. ഈ വിമാനത്തിന് ചില യന്ത്ര തകരാറുകൾ സംഭവിക്കുന്നു. ആ ഘട്ടത്തിൽ ഇത് തകരാറ് പരിഹരിച്ച് ഉടൻ പുറപ്പെടുമെന്ന് ആദ്യം അറിയിച്ചു. പിന്നീട് ഇത് മാറ്റാത്തൊരു ഘട്ടത്തിൽ ഇത് പ്രശ്നമാകും എന്ന് കണ്ടതോടുകൂടി ഈ ഫ്ലൈറ്റ് റദ്ദു ചെയ്യുമെന്ന് അറിയിക്കുന്നു. പിന്നീട് വലിയ പ്രതിഷേധമുണ്ടായ ഘട്ടത്തിൽ രാവിലെയോടുകൂടി ഫ്ലൈറ്റ് പുറപ്പെടുമെന്ന് ഒരറിയിപ്പ് ലഭിക്കുന്നു. പക്ഷേ അതുണ്ടാകുന്നില്ല. പിന്നീട് വീണ്ടും പ്രതിഷേധം ഉണ്ടാകുന്ന ഘട്ടത്തിൽ വൈകിട്ട് 4:30 എന്ന സമയം പറയുന്നു. പിന്നീട് അത് 6:30 പക്ഷേ ഇത്രയും നേരമായിട്ടും ഫ്ലൈറ്റ് പുറപ്പെട്ടിട്ടില്ല. എന്താണ് വ്യക്തമായ കാരണമെന്നോ അല്ലെങ്കിൽ ഏത് ഘട്ടത്തിൽ ഫ്ലൈറ്റ് പുറപ്പെടുമെന്നുള്ള കാര്യത്തിൽ വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ കൂടുതലായി യാത്രക്കാർ ഇപ്പോൾ വിമാനത്താവളത്തിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പൈസ് ജെറ്റ് വിമാനം അത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നതാണ്. ഇന്നലെ രാത്രി 10:30 പോകേണ്ടിരുന്ന വിമാനമാണ്. ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. ബോർഡിംഗ് പാസ് എടുത്ത് അകത്ത് കയറിയിട്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. യാത്രക്കാരുടെ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിഷ്ണു, ഒരു പകരം സംവിധാനം പോലും ഒരുക്കാൻ കഴിയാത്ത എന്തുകൊണ്ടെന്ന് ഇപ്പോൾ അവർ വിശദീകരിക്കേണ്ടതല്ലേ യാത്രക്കാരോട്? എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നില്ല? യാത്രക്കാർ വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? ഉന്മേഷ്, സാധാരണഗതിയിൽ പകരം സംവിധാനം ഒരുക്കേണ്ടതാണ്. യന്ത്ര തകരാറ് സംഭവിക്കുകയാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റോ അല്ലെങ്കിൽ മറ്റ് ഫ്ലൈറ്റോ എല്ലാം ഇവർക്ക് അനുവദിക്കുന്നതാണ്. പക്ഷേ ഇത് ഇത്രയും മണിക്കൂറായിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും വിമാന കമ്പനി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. 180-ലധികം വരുന്ന യാത്രക്കാരുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറായി ഇവർ ഈ വിമാനത്താവളത്തിനകത്ത് ഇരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാത്രക്കാർ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഒരു തരത്തിലുള്ള മറുപടിയും നൽകാൻ ഈ വിമാന കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ല. എയർപോർട്ടിലെ ജീവനക്കാരോട് ചോദിക്കുമ്പോൾ അവർക്ക് തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയില്ല, ഇതിന്റെ ബന്ധപ്പെട്ട വിമാന കമ്പനി തന്നെയാണ് ഇതിന് മറുപടി നൽകേണ്ടത് എന്നാണ് അവർക്ക് ലഭിക്കുന്ന ഉത്തരം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഏകദേശം 24 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴും ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും ഈ കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായ ഒരു കാര്യം എന്ന് പറയാവുന്നത്. ഈ യന്ത്ര തകരാറ് സംഭവിച്ച ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഇത് ഫ്ലൈറ്റ് റദ്ദു ചെയ്യുകയും പുതിയ ഫ്ലൈറ്റ് വരികയും ചെയ്യുമെന്ന് ഈ യാത്രക്കാരോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് പ്രതിഷേധത്തിലേക്ക് വഴിവെച്ച ഘട്ടത്തിലാണ് ഈ ഫ്ലൈറ്റ് തന്നെ ഈ തകരാറ് പരിഹരിച്ച് നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ തന്നെ ദുബായിലേക്ക് പോകാം എന്ന് ഉറപ്പ് ലഭിച്ചത്. പക്ഷേ ആ തകരാറ് ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ബദൽ സംവിധാനം ഒരുക്കാൻ ഈ വിമാന കമ്പനിക്ക് ആയില്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പല ഘട്ടത്തിൽ അവിടെയുള്ള ആളുകളോട് എല്ലാവരോടും യാത്രക്കാർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായൊരു മറുപടി ഇപ്പോഴും ഇവർക്ക് ലഭ്യമായിട്ടില്ല. മറുപടി ലഭ്യമാവുന്നവരെ പ്രതിഷേധം തുടരും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ 11 മണിയോടുകൂടി കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ചില പ്രതിസന്ധികളൊക്കെ നേരിട്ടു എന്ന് യാത്രക്കാർ പറയുന്നു. പിന്നീട് ബോർഡിംഗ് ഉൾപ്പെടെ വൈകി അത് 3:25 ഫ്ലൈറ്റ് പുറപ്പെടുമെന്ന് അറിയിച്ചു. ആ സമയത്ത് പുറപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ നിരവധി സമയങ്ങൾ. ആദ്യം 3:25 പറയുന്നു, പിന്നീട് അത് രാവിലെ 9:30 ആകുന്നു, വൈകിട്ട് 4:30 ആകുന്നു, 6:30 ആകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9:30 വരെ പറഞ്ഞിട്ടും ആ സമയത്തും ഫ്ലൈറ്റ് പുറപ്പെടാത്ത സാഹചര്യം ഉണ്ട്. ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴുമില്ല. ഇതിനകത്ത് വിമാനത്താവളത്തിന് അകത്താണ് ഈ യാത്രക്കാർ ഉള്ളത്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനോ ബന്ധുക്കളെ കാണാനോ ഉള്ള സാഹചര്യം പോലും ഇല്ല. കാരണം ഈ ബോർഡിംഗ് പാസ് എടുത്ത് ചെക്ക് ഇൻ ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ടാണ് അവർ അതിനകത്തായി പോയത്. ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പുറത്തു നിൽക്കുന്ന വലിയ പ്രതിഷേധങ്ങൾക്ക് പുറത്തും സാധ്യതയുണ്ട്. ഉന്മേഷം, ഇപ്പോൾ ഈ വിമാനത്തിൽ യാത്ര തിരിക്കേണ്ടിരുന്ന യാത്രക്കാരി നിഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിഷ, ഇതെന്താണ് ഈ സ്പൈസ് ജെറ്റ് അധികൃതർ ഇപ്പോൾ വിശദീകരിക്കുന്നത്? വിമാനം
ഇത്ര വൈകുന്നതുമായി ബന്ധപ്പെട്ട് നിഷ? സാറ് നമുക്ക് വളരെ ദയനീയാവസ്ഥയിലാണ് നമ്മളോട് ഇരിക്കുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞു. നമ്മളിവിടെ വെറും തറയില് ഫുഡ് തന്നെ നമ്മള് പോലീസിൽ പരാതി പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫുഡ് തന്നെ അവർ അലോഡ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഫ്ലൈറ്റിന്റെ ഭാഗത്ത് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നടപടി ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളൊക്കെ നാളെ ഇന്ന് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു രാവിലെ. ഇനി നാളെ തിരിച്ചു ദുബായ് ചെന്ന് ജോലി കിട്ടുമെന്ന് പോലും ഉറപ്പില്ല നമുക്ക്. പലരും കുട്ടികളായിട്ട് പാല് കുടിക്കുന്ന കുട്ടികൾക്ക് പോലും ബ്രീഡിങ് ചെയ്യാനുള്ള ഒരു സൗകര്യം പോലും ഇവര് ചെയ്തു തന്നിട്ടില്ല. നമ്മളവര് പറ്റിച്ചോണ്ടിരിക്കുക, ഓരോ ടൈം ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞിട്ട്. ഇപ്പോഴും അവര് കൺഫേം ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് പറയുന്നില്ല. ഇപ്പോഴും നമ്മളെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ നിഷ, ഇത് നിങ്ങൾ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുബായിലേക്ക് പോകേണ്ടവരാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജോലി അടക്കമുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. എത്ര ആളുകളുണ്ട് അവിടെ ഈ വിമാനത്തിൽ യാത്ര തിരിക്കേണ്ടവരായി നിഷ? 130 പേരോളം ഉണ്ട് സാറേ. ഈ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കുകയാണെങ്കിൽ പകരം സംവിധാനം വളരെ വേഗത്തിൽ ഏർപ്പെടുത്തേണ്ടതാണല്ലോ, അല്ലെങ്കിൽ അവരുടെ തന്നെ മറ്റു വിമാനങ്ങളിലൊക്കെ യാത്രക്കാരെ കയറ്റിവിടേണ്ടതാണല്ലോ. അതിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത് നിഷ? അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇതില് കൊച്ചി എയർപോർട്ടിൽ ഒരു മാനേജർ ഉണ്ട്. ആള് രാവിലെ വന്നിട്ട് ആൾക്ക് മേലെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആള് കൈയൊഴിഞ്ഞു പോയി. എയർലൈനിൽ സ്പൈസ്ജെറ്റിന്റെ എയർലൈനിന്റെ മാനേജർ അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അവര് പോയി. നമ്മൾ വല്ലാത്തൊരു നിസ്സാവസ്ഥയിലാണ് ഇരിക്കുന്നത്. തണുപ്പ് അടിച്ചിട്ട് ഈ വെറും തറയിൽ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെ കിടക്കുന്നു? ഈ കൊച്ചി എയർപോർട്ടില്, ഇന്റർനാഷണൽ എയർപോർട്ടില് വെറും തറയിൽ കിടന്നിട്ട് ഉള്ള ഒരു അവസ്ഥ അത് അറിയിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ പ്രവാസികൾ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് പോലും വീട്ടിൽ നിന്ന് വെളിയിൽ വന്നോണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് മറുപടി കൊടുത്തിട്ട് മടുത്തു. ഫുഡും ഇല്ല, വെള്ളവും ഇല്ല. ഇപ്പോഴാണ് അവര് നമ്മൾ പരാതി കൊടുത്തതിന് ശേഷമാണ് അവര് നമുക്ക് ഫുഡൊക്കെ തന്നത്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഇപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് തന്നിട്ടില്ല അവര്. ശരി നിഷ, ഏതായാലും അത് അതെ, ആ കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുന്ന തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 130ഓളം യാത്രക്കാർ ഇപ്പോൾ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ ദുരിതത്തിലായിരിക്കുകയാണ്. സ്പൈസ് ജെറ്റ് വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര തിരിക്കേണ്ടിരുന്നവരാണ്. ഇന്നലെ 11 മണിയോടെ, രാത്രി 11 മണിയോടെ ആ വിമാനം പുറപ്പെടേണ്ടിരുന്നതാണ്. ഇതുവരെയും വിമാനം പുറപ്പെട്ടിട്ടില്ല. അതായത് ബോർഡിംഗ് പാസ് എടുത്ത് യാത്രക്കാർ അകത്ത് കയറിയിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും വിമാനം എപ്പോൾ പുറപ്പെടുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സ്പൈസ് ജെറ്റ് അധികൃതർക്ക് കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ മറ്റൊരു യാത്രക്കാർ കൂടി ചേരുന്നുണ്ട്. ഈ ഇന്നലെ 11 മണിക്കാണ് ഈ വിമാനം പുറപ്പെടേണ്ടിരുന്നത്. അതായത് നിങ്ങളിപ്പോൾ അകത്ത് കയറിയിട്ട് ഏകദേശം ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുന്നു അല്ലേ? ഞങ്ങൾ ഇന്നലെ 11 മണിയോട് കൂടി എയർപോർട്ടിൽ വന്നിട്ടുള്ളവരാണ്. ഈ നിൽക്കുന്ന ഭൂരിഭാഗം പേരും 8:30 വന്നവരുണ്ട്. 8:30 അപ്പൊ ഇന്നലെ വരുമ്പോ തന്നെ ഇവരെ ആദ്യം ഒരു മെയിൽ അയച്ചു. രാവിലെ 3 മണിക്ക് ഫ്ലൈറ്റ് റീസ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 12ഓട് കൂടി വന്നവരും ഇവിടെ ഉണ്ട്. പക്ഷെ 3 മണി ആകുന്നതിന് മുമ്പായിട്ട് അടുത്ത മെസ്സേജ് വരുവാണ്. അത് 3:45 മാറ്റിയിരിക്കുന്നു പറഞ്ഞിട്ട്. 3:45 വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3:15 അടുത്ത മെസ്സേജ് വരികയാണ് 4:20 പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ 4:05 ആകുമ്പോൾ അടുത്ത മെസ്സേജ് വരുന്നു 4:45 പിന്നെ 5:15. അത് കഴിഞ്ഞ് 6:30. അപ്പൊ ഓരോ ഹാഫ് ആൻ അവറിലും ഇവർ റീസ്കെഡ്യൂൾ ചെയ്ത് ഡ്യൂ ടു ഓപ്പറേഷണൽ റീസൺസ് ദ ഫ്ലൈറ്റ് ഈസ് ബീൻ റീസ്കെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ ലോങ് വെയിറ്റ് ഉണ്ടെങ്കിൽ ഇവർ നമ്മളോട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഒന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്ത് പതുക്കെ വന്നോണ്ടേനെ. ഇത് അതിനൊരു ഓപ്ഷൻ തരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് പിന്നെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് പോകുന്നതാണ്. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അതും ഇല്ല. അപ്പൊ ഈ ആൾക്കാർക്കൊന്ന് ഒരു വിശ്രമിക്കാനുള്ള ഒരു റൂമോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാവെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ കയറ്റി വിടാൻ പറ്റുമോ? അതവർക്കില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എക്സാം ഇന്ന് അവർ എഴുതേണ്ടവരായിരുന്നു. പക്ഷെ അവർക്ക് പോലും ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സീരിയസ് മാറ്റേഴ്സ് അവതരിപ്പിച്ചിട്ടും അവര് ലീസ് ബോധേഡ് ആണ്. പിന്നെ അതേപോലെ പലപ്പോഴും മിക്കവാറും ജോലിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടവരായിരുന്നു. അപ്പൊ അവര് ജോലിയുടെ റിസ്ക് ഇവിടെ അവതരിപ്പിച്ചിട്ട് പോലും ഇവർക്ക് യാതൊരുവിധ ഒരു ടെൻഷനോ ആരോടും ഒരു കൺസിഡറേഷനോ അവർ കാണിക്കുന്നില്ല. അപ്പൊ ആരോടാണ് സംസാരിക്കേണ്ടത് ചോദിക്കുമ്പോൾ ഇവര് പറയണത് ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്. അപ്പൊ ഞങ്ങൾ പിന്നെ ആരോടാ സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ ആരും ഇല്ല. രാവിലെ വന്നൊരു ഡ്യൂട്ടി മാനേജർ ഉണ്ട് സ്പൈസ് ജെറ്റിന്റെ. അദ്ദേഹം പറയണത് ഞാനാണ് ഇവിടുത്തെ മെയിൻ മാനേജർ, എനിക്ക് മുകളിൽ ആരും ഇല്ല, മുകളിലുള്ളവര് ഞാൻ ഇപ്പൊ വിളിച്ചാലും അവരെടുക്കത്തില്ല, ഞാൻ മെയിൽ അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് അക്കോമഡേഷൻ തന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കും. പറയുന്നത് അതിനുള്ള ഫണ്ട് സ്പൈസ് ജെറ്റിന്റെ കയ്യിലില്ല.
പല ഹോട്ടൽസിനും സ്പൈസ് ജെറ്റ് കൊച്ചിയിലുള്ള ഹോട്ടൽസിന് പേ ചെയ്യാനുണ്ട്. അത് കാരണം അവരിപ്പോ റൂം കൊടുക്കുന്നില്ല അത്ര. ചെറിയ കുട്ടികൾ, അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് വേണ്ട കുട്ടികളുണ്ടായിരുന്നു, അവർക്ക് പോലും ഒന്ന് മര്യാദയ്ക്ക് നിൽക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇവർ ഒരുക്കി കൊടുത്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞ അവസാനം ഏതോ ടെക്നീഷ്യൻ ബോംബെ എന്ന് വരണം, എന്തോ പാർട്സ് വരാനുണ്ട്, അതെല്ലാം വന്നു കഴിഞ്ഞ് 2 മണിക്ക് അത് വരും, 4 മണിയാകുമ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവും എന്ന് പറയുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്ത് 4 മണി ആയി കഴിയുമ്പോഴത്തേക്ക് അവർ 4 ആയില്ല, ഒരു 2:45 ആയപ്പോൾ അടുത്തത് വരുന്നു, ഫ്ലൈറ്റ് വീണ്ടും റീസ്കെഡ്യൂൾ ചെയ്തു 6:30 പറഞ്ഞിട്ട്. അപ്പൊ പോയി ചോദിക്കുമ്പോൾ അവർ പറയണു ഇനിയിപ്പം 11:30 നൈറ്റേ പോകുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അപ്പൊ 24 hours വെയിറ്റ് ചെയ്യാണ് കംപ്ലീറ്റ്. അവർ പറഞ്ഞു അതെ, വേറൊരു ഓപ്ഷനും ഇല്ല. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, പോകാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നുമില്ല, അവരെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. എന്നാൽ വേറെ ഫ്ലൈറ്റ്സ് ഇവിടുന്ന് മറ്റ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള എമിറേറ്റ്സ് പോകുന്നുണ്ടായിരുന്നു, എയർ അറേബ്യ പോകുന്നുണ്ടായിരുന്നു, ഇൻഡിഗോ പോകുന്നുണ്ട്, എയർ ഇന്ത്യ എക്സ്പ്രസ് പോകുന്നുണ്ട്. അതൊക്കെ 2-3 ട്രിപ്പ് അടിച്ചു ഞങ്ങളുടെ മുമ്പ്, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഈ 24 hours ഞങ്ങളപ്പോൾ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഞങ്ങളെ അതിൽ വിടാൻ പറ്റുമോ, അതും അവർക്ക് പറ്റത്തില്ല. അവസാനം 11:30 എന്ന് പറഞ്ഞ ആ ഒരു ഹോപ്പിൽ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് 11:30 ആകുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഫ്ലൈറ്റ് പോകത്തില്ല, ദർ ഇസ് നോ മോർ സ്കോപ്പ്. അപ്പൊ ഞങ്ങൾ ഏതായാലും അത് മനസ്സിലാക്കുന്നു. അത് വലിയ അവരുടെ ഭാഗത്തുനിന്ന് സ്പൈസ് ജെറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ആ സമീപനം അത് അംഗീകരിക്കാൻ കഴിയാത്തതിനാലും യാത്രക്കാർ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ട സ്പൈസ് ജെറ്റ് വിമാനം അതിപ്പോൾ 24 മണിക്കൂറിലധികമായി വൈകുകയാണ്. യാത്രക്കാർ വലിയ ദുരിതത്തിലാണ്. അവർക്ക് നേരിട്ട അനുഭവം അവർ നേരിട്ട് ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. വിഷ്ണു സുരേഷാണ് നേരത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.